ഹേ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഗുരുവായൂരേക്കാണ്. കാരണം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മാരേജ് ഗുരുവായൂർ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഗുരുവായൂർ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. എന്നിട്ട് അവിടെ കുറേ നേരം ട്രെയിൻ നോക്കിയിരിക്കുകയും അവിടെ സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് നേരെ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് കയറി. എന്നിട്ട് കുറേ നേരം ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പകുതി വഴി വെച്ച് എൻ്റെ അനിയത്തി അവിടുന്ന് കയറി. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര വൈബടിയായിരുന്നു. അത്രയും നേരം മിണ്ടാതെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്ന ഞാൻ അവൾ വന്നപ്പോഴത്തേക്കിന് എൻ്റെ തനി സ്വഭാവം ഞാൻ പുറത്തെത്തു. അവിടെ ഇരുന്ന ആൾക്കാർ മൊത്തം ഞങ്ങളെ ഭയങ്കര നോട്ടമായിരുന്നു. കാരണം അത്രയ്ക്ക് അലമ്പായിരുന്നു ഞങ്ങളവിടെ. അങ്ങനെ അത്രയും നേരം ഭയങ്കരമായിട്ട് വൈബടിച്ചിരിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വെളിയിലെ വ്യൂസൊക്കെ കണ്ട് അടിപൊളിയായിട്ട് വൈബടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഗുരുവായൂരെത്തി. എന്നിട്ട് അവിടെ റൂം നോക്കാൻ വേണ്ടി കുറച്ച് പേര് അങ്ങോട്ട് പോയി. ഞങ്ങളവിടെ പോസ്റ്റായിട്ട് ഒറ്റ ഇരിപ്പായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഭയങ്കര കളിയും ചിരിയും തമാശയൊക്കെ ആയിരുന്നു. പല്ലും തേച്ചോണ്ടിരിക്കുന്ന കൃഷ്ണൻ കാണുന്നില്ല. എന്നാലും എന്തായിരിക്കും ബാത്റൂമിൽ പോയിക്കണം. ഗൈസോടെ ഭയങ്കര കൊടൂര നിമിഷത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഭയങ്കര പോസ്റ്റാണ്. അരമണിക്കൂറോളം പോലെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നല്ല കാറ്റും ഉണ്ട് ഈ അമ്പലത്തിനകത്ത്. ഗുഡ്. നിന്റെ യൂട്യൂബ് ചാനലാണോ എൻ്റെ യൂട്യൂബ് ചാനലാണോ? ഒന്ന് കയറിയപ്പോ ഒന്ന് ഉപയോഗിക്കാന്ന് വിചാരിച്ചു, അത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല. നല്ല കാറ്റുണ്ട്, നല്ലൊരു വൈബ്, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ അമ്പലത്തിൻ്റെ അകത്തൊന്ന് നല്ല പോസിറ്റീവ് വൈബാണ്. കണ്ടോ, ഇത്രയ്ക്ക് അലമ്പായിരുന്നു ഞങ്ങൾ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് നേരെ റൂം കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ റൂമിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 4-4:30 മണിയായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി കുളിച്ചൊരുങ്ങി റെഡിയായി അമ്പലത്തിലേക്കൊക്കെ പോയി. അവിടെ ചെന്നിട്ട് കല്യാണമൊക്കെ കണ്ടു. ഞങ്ങൾക്ക് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി നേരെ വിട്ടത് മലപ്പുറത്തേക്കാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു, ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവസാനം മലപ്പുറം എത്തി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, വണക്കം.